Hey guys, welcome back to another video. ഇന്ന് നമ്മൾ ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. ഇത് കുറേ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റായി. പിന്നെ ഈ വീഡിയോയിൽ എടുത്ത ടൈമിലുള്ള ഉമ്മൻ്റെ ഉപ്പ ഇപ്പം നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇതിൽ വായിച്ചതിൻ്റെ കൂടെയുള്ള കുറേ നല്ല മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയുള്ള വെച്ചാൽ പുതുപ്പാടി ഐലൻഡ് പാർക്ക് പറഞ്ഞിട്ടുള്ളൊരു പാർക്കിലാണ്. അപ്പോൾ ഈ പാർക്കിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നമ്മൾ കസിൻസും ഉമ്മൻ്റെ ഏട്ടത്തിമാരും അനിയത്തിയും എല്ലാവരും കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ അവിടെ എത്തി. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഒരു ഫുൾ ഡേ പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു കിട്ടുന്ന സ്പോട്ടാണ്. പിന്നെ പോയപ്പോൾ പിന്നെ നമ്മൾ അടിച്ചു പൊളിക്കുകയും ചെയ്തു. അവിടുന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അവിടുന്ന് കുറേ വീഡിയോസ് എടുത്തു. ഇതാണ് ഉമ്മൻ്റെ ഉപ്പ. നമ്മൾ വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത്. അവിടെയും അവർ ഓൾറെഡി അവരടുത്ത് പ്രീ ബുക്കിംഗ് ചെയ്ത് പറഞ്ഞാൽ അവർ ലഞ്ചൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ടൈറ്റാനിക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഹട്ടുകളുണ്ട്, പിന്നെ പോണ്ടുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ പല പല റൈഡുകളുണ്ട്. നമ്മൾ ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഐലൻഡ് പാർക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പുതുപ്പാടിയിൽ നിന്ന് ശ്മശാനം റോഡിലൊക്കെ പോയിട്ടാണ്. ശ്മശാനത്തിൻ്റെ അടുത്തുനിന്ന് റൈറ്റ് തന്നെ പോയിട്ട് ജസ്റ്റ് ഒരു 5 minutes ഒക്കെ പോകാനുള്ളൂ. അവിടെ നമുക്ക് പാർക്കിംഗ് ഒക്കെ ഭയങ്കര സൗകര്യത്തിലാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഔട്ട്ഡോർ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനൊരു സ്റ്റേജും കാര്യങ്ങളും കുറച്ച് ഒരു ഐലൻഡ് പോലെ ചെയ്തതാണ്. ഇത് ഫുള്ള് ഇതിൻ്റെ ചുറ്റുഭാഗം ഫുള്ള് വെള്ളമൊക്കെ ഉള്ളൊരു ബോട്ടിങ് ഇതിൻ്റെ ചുറ്റുമായിട്ടാണ് വരുന്നത്. നമ്മൾ പോയ ദിവസം അവിടെ പുറത്തുള്ള പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്റ്റേജ് മേലെ കയറി നമുക്ക് മൈക്കൊക്കെ തന്ന് പിന്നെ കുറേ നേരം പാട്ടും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഐലൻഡ് പാർക്കിലേക്ക് ഒരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആർക്കും തന്നെ ഇത് വേർത്തല്ല എന്ന് പറയാനില്ല. കാരണം അത്രക്കും നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും എല്ലാത്തിനും സ്പേസും അടിച്ചു പൊളിക്കാനുള്ള ഒരു ഫുൾ ഡേ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവവും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. മാഷാഅല്ലാ, ഞാൻ ശരിക്കും ബ്ലെസ്ഡാണ് ഇങ്ങനത്തെ അടിപൊളി കസിൻ സ്ക്വാഡൊക്കെ കിട്ടിയത്. ഞാൻ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്യലുണ്ട് കസിൻസിലൂടെ പുറത്ത് പോകുന്നതും പിന്നെ ഇങ്ങനെയുള്ള കുറേ നല്ല മൊമെൻറ്റ്സും. ഞങ്ങൾ അവിടെ ഉച്ചവരെ നിന്നതിന് ശേഷം കുറേ റീൽസൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മളെ ഗ്യാങ് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായും കുറേ ടൈം അവിടെ തന്നെ എന്താ പറയുക ഒരു ടൈം പോലും ലാഗായ ബോറടിക്കുക ഒന്നും ചെയ്തില്ല. എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മളവിടുന്ന് ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം മുന്നേ സേവ് ചെയ്ത റീലുണ്ടായി. ആ റീൽ എടുക്കാനുള്ള പ്രാക്ടീസിൻ്റെ ട്രയലാണ് ഇത് കാണുന്നത്. ഇതൊരു 3-4 പ്രാവശ്യം എടുത്തതിന് ശേഷമാണ് കുറച്ചൊക്കെ ഒരു ഓക്കെ ആയി ഈ റീല് കിട്ടി. പിന്നെ നമ്മൾ ഇതിന് ശേഷം പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് നമ്മളെല്ലാവരും പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടുന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി നിൽക്കണം. ഓൾറെഡി കുറേ ആളൊക്കെ പോയി കഴിച്ചു തുടങ്ങി. അപ്പം നമ്മൾ
ഫുഡ് കഴിക്കാൻ. അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ് ആ സ്പേസ്. നമ്മൾ പൊതിച്ചോറാണ് കൊണ്ടുപോയിരുന്നത്. പിന്നെ നമ്മൾ എനിക്ക് വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അമ്മമ്മ കൊണ്ടുവന്ന അതിനും എനിക്കുള്ള ചോറും. അപ്പം ഞാനും അതിനും കൂടി അത് കഴിച്ചു. പൊതിച്ചോറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാരറ്റ് ഉപ്പേരി, ചെറുപയർ ഉപ്പേരി, ചിക്കൻ റോസ്റ്റ്, നാരങ്ങാച്ചാർ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ ഒരു പൂളുണ്ട്. ആ പൂളിലേക്ക് പോയി. പൂളിൽ കുറച്ച് നേരം കളിച്ച ശേഷം ഒരു DJ മ്യൂസിക് വിത്ത് വാട്ടർ ഡാൻസ് ഒക്കെ ഉള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അവിടെയാണ് കയറിയത്. പിന്നെ അവിടെ കുറേ നേരം ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്ത്. അപ്പോഴേക്ക് തന്നെ ഏകദേശം ടൈം വൈകുന്നേരമായിട്ടുണ്ട്. ഈ രാവിലെ പോയപ്പോൾ മുതൽക്ക് ഞങ്ങളെ കൂടെ വാപ്പിച്ചും വൈകുന്നേരം വരെ നിന്ന് വാപ്പിച്ച് ഒരു പ്രശ്നമില്ല. വാപ്പിച്ച് നല്ല ഹാപ്പിയായും. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. തിരിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. ഓൾറെഡി വന്നതും അങ്ങനെ തന്നെ ആയിനും. മൊത്തത്തിൽ അടിപൊളി ഒരു ഡേ ആയിനും. ഇനി ഫാമിലി ആയിട്ടൊരു ഡേ ഔട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഈ ഐലൻഡ് പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്തൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ ഭയങ്കര വലിയ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് നിങ്ങളൊന്ന് കണ്ടൊക്കെയുണ്ട്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.